വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മളിന്ന് ഒരു ഔട്ട്ഡോർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പോകാമെന്നുള്ളതല്ല, ഞാൻ കാക്കനാട് വരെ പോവാണ്. വേറെ ഒന്നല്ല, നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചിയാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി സ്റ്റോറി എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇനി അതിൽ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്യാമറ പൊസിഷൻസ്, ക്യാമറ എങ്ങനെ വെക്കണം, കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നോർമലി ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക. സോ നമുക്ക് റെഡി ആവാനുണ്ട്, നോക്കാം. ഓക്കെ, നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു ഡേറ്റിങ്ങിന് പോണ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി പിന്നെ ഡേറ്റ് ഒന്നും ചെയ്യാൻ സമയമില്ല, നേരെ സ്ട്രെയിറ്റ് മാരേജ് ആയിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും പോകണം. പോയിട്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്യുക. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, ആക്ച്വൽ ഡയറക്റ്റ് ആ ഒരു ലൊക്കേഷനിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഒരു സെറ്റിൽ വന്നിട്ട് നമ്മൾ ക്യാമറാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മുൻപ് അതിനൊരു ധാരണ ഉണ്ടാവണം. എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഈ സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി എന്തായാലും ഒട്ടും വൈകണ്ട. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട്. ഇനി പിന്നെ ഒരു ലഞ്ചും കഴിച്ച് പയ്യെ നമുക്ക് ആളെ മീറ്റ് ചെയ്യാനായിട്ട് പോകാം. നമുക്ക് നേരെ ലൈറ്റ് ഓഫ് ചെയ്ത് കഥ കടച്ച് നമ്മുടെ റൂമിനോട് ബൈ പറയാം. ഇതാണ് നമ്മുടെ NGO ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. കാക്കനാടിൻ്റെ ഒരു സെൻറ്ററായിട്ട് തന്നെ ഉള്ളൊരു സ്ഥലമാണ് NGO ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആ കാണുന്ന ബസ് സ്റ്റോപ്പിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുന്നതായിരിക്കും. കാക്കനാട് ബസ്സിൽ കയറാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വന്ന ബസ് എന്തായാലും കാക്കനാട് വഴി തന്നെ പോകുന്നതാണ്. അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ഡയറക്റ്റ് കയറി പോവാം. നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ കൺഫ്യൂഷനുള്ള, പണ്ട് മുതലുള്ളൊരു കൺഫ്യൂഷനാണ്. നമ്മൾ ഷട്ടറാണല്ലോ പൊതുവെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തുണികൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡേഞ്ചറാണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. അതിനുശേഷം നമ്മൾ കാക്കനാടിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ ഒരു 40 രൂപയാണ് ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഓട്ടോയ്ക്ക് പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് 9047 റെസ്റ്റോറൻ്റ് അടുത്ത് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയായി, അത് കാരണം ഫുഡ് കഴിക്കണം, വിശപ്പുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് എന്നുള്ളത്. വളരെ ഫേമസ് ആയിട്ട് എറണാകുളത്ത് തന്നെ വളരെ പോപ്പുലറായിട്ട് തന്നെ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് ഉരുള റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ബീഫ് വളരെ ഫേമസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ബീഫ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഇദ്ദേഹത്തെ അറിയാത്തവർ വളരെ കുറവായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് അലോഷ്യസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട് ട്രിവാൻഡ്രത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ വളരെ ഫേമസ് ആണ്, അടിപൊളിയാണ്, ഉബൈദിൻ്റെ വീഡിയോയിലൊക്കെ ചേട്ടൻ ഭയങ്കര വൈറലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചേട്ടൻ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുമ്പോഴും ചേട്ടനെ ആൾക്കാർ അറിയുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. നല്ലത് ചെയ്യുക, ആരെയും മോശമായിട്ടൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ ആൾ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്കിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു പകുതി ഹാഫ് പോർഷനോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. ഫുള്ള് കാടാണ്, എന്നാലും ഒരേക്കർ സ്ഥലത്തിന് എത്ര വരുമെന്ന് അറിയത്തില്ല, എല്ലാവരും ഈ വാങ്ങാമായിരുന്നു. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് ചായ കുടിക്കാമെന്നുള്ളൊരു രീതിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഭയങ്കര ചൂടാണ്, ഇപ്പോൾ ഭയങ്കര ചൂടായത് കാരണം തന്നെ ചായ കുടിക്കുന്നതിന് പകരം ഒരു സോഡ ലൈം കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു സോഡ ലൈമും പഴംപൊരിയും കയ്യിൽ വെച്ച് ഞാൻ നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ എടുക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ്
നമ്മളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കുക. നമ്മൾ ഏകദേശം സ്റ്റോറി കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിൻ്റെ സമയമാവുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും, ചില വിഷ്വൽസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസ് ഓൺ ആ ഒരു അറ്റ്മോസ്ഫിയർ, അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഔട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഈ ഫാഷൻ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഒരു കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സോ നമുക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.